അപ്പൊ നമുക്ക് ഇന്ന് സൺഡേ ഇന്ന് ഒരു ഇനാഗ്രേഷൻ ഉണ്ട്, ഇന്ന് രാവിലെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാരും ഉണ്ട് കേട്ടോ. എല്ലാരും ഉണ്ട് കേട്ടോ. ഇന്ന് വീട്ടിൽ സൺഡേ ആയതുകൊണ്ട് എല്ലാരും ഉണ്ട്. ചേച്ചി എത്തിയിട്ടുണ്ട്. ഇത് നേരത്തെ ഒരിക്കൽ വന്നിട്ട് ബിരിയാണിയെല്ലാം അടിച്ചിട്ട് പോയതാ. അപ്പൊ നമുക്ക് ഇന്ന് വെച്ചാല് അനൂട്ടി പറഞ്ഞു ഇന്ന് ഒരു സ്പെഷ്യൽ പരിപാടി നമുക്ക് സംഭവം അനൂട്ടി ഒരു പരിപാടി ആക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടു. അതെ. അപ്പൊ അത് അങ്ങനെയല്ല, ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞു ഇന്ന സാധനത്തിനെ കൊണ്ട് ഇന്ന ആക്കാം. അപ്പോഴും മാമി പറഞ്ഞു അത് വേണ്ട, നമുക്ക് കുറച്ച് വെറൈറ്റി പിടിക്കാം, ഞാൻ ഇന്നെ കൊണ്ടാക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് രണ്ടാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറുങ്ങനെ ഇതാക്കി. എന്തായാലും വെറൈറ്റി ആയാലും ഇല്ലെങ്കിലും നമ്മള് രണ്ടാളും ഇതുവരെ ആ സാധനം ഇവിടെ ആക്കിയിട്ടില്ല. അത്രേ ഉള്ളൂ. അപ്പൊ ഇവര് കീഴിലാർക്ക് ഇനി ടേസ്റ്റ് ഉണ്ട്. എന്താ സത്യമായിട്ട് ഇനി എങ്ങനെ പാളിപ്പോയാലും ഇടുള്ളൊരു അയ്യോ നമ്മളായത് പരീക്ഷണം അല്ലേ. എനക്ക് മക്കൾ എന്തെന്നാക്കിയാലും ഞാൻ അതിന് സപ്പോർട്ടാണ്. ഒരു സാധനം ആക്കുന്നത് ഉദ്ദേശിച്ചത് ഒന്നാണ്. അപ്പൊ ഇതൊരു കോമ്പറ്റീഷൻ ആയിട്ടാണ്. ആയിക്കോട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ മാമിയും പരിപാടി ഒരു യുദ്ധം നടക്കാൻ വന്നല്ലേ. പറഞ്ഞ പറഞ്ഞു ഞാൻ മാമി നല്ല സ്നേഹത്തിലെ ഒരു അടിയാക്കി വെക്കരുത്. സാധനം എടുക്കാൻ വേണ്ടിട്ട് സൂപ്പർ മാർക്കറ്റ് കയറിയിട്ടാ ഉള്ളത്. അപ്പൊ നമുക്ക് ഓരോരോ ഈ രണ്ട് സാധനം എടുക്കാൻ എത്രയും വലിയ വണ്ടി എടുത്തില്ല. ഇത് പിന്നെ അവര് വെറുതെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം വേണ്ടേ. അപ്പൊ ഞാൻ പപ്പായ വെച്ചിട്ടാണ് നമ്മളെ ഇളനീരിനെ കൊണ്ടാക്കുന്നത്. വീട്ടിലെത്തി കുപ്പായെല്ലാം മാറി. അപ്പൊ നമ്മള് പരിപാടിയിലേക്ക് കിടക്കുകയും കുട്ടീനെ എടുത്ത് വിളിച്ചിട്ടുണ്ട്. അതെ. അപ്പൊ ഞാൻ കപ്പക്കിനെ കൊണ്ട് ചേച്ചി എന്നാ ആക്കുന്ന അറിയാം ചേച്ചി? എന്നാന്ന് എനിക്ക് അറിയില്ല. ചൈന ഗ്രാസ് ഉപയോഗിച്ചിട്ട് ആക്കുന്ന പറഞ്ഞേ. അതെ അങ്ങനെ പറഞ്ഞത്. എന്നാ അത് എനക്കും അറിയില്ല, നമുക്ക് നോക്കാം. ഈ ചൈന ഗ്രാസ് മുമ്പ് ഒരിക്കൽ നമ്മളൊരു വീഡിയോ ഒക്കെ ഉപയോഗിച്ചിരുന്നു. എന്തോ ഇങ്ങനെ ഉറപ്പിക്കാൻ പക്ഷെ അതിന് മുമ്പ് നമുക്ക് ഇതിനെ പറ്റി അറിയില്ല. നമ്മള് ചൈന ഗ്രാസ് എന്ന് പറഞ്ഞാൽ ചൈനയിലെ ഗ്രാസ് എന്ന് പറഞ്ഞാല് പുല്ല്, ചൈനയിലെ പുല്ല. അമ്മ അറിയില്ല. അമ്മ നമുക്ക് സംഭവം മനസ്സിലായില്ല. മക്കളാക്കുന്നുണ്ട് നമുക്ക് എന്താണെന്ന് അറിയില്ല. അമ്മ എല്ലാം റെഡിയാ. അനുമോള് വളർന്നു പോയേട്ടാ. കണ്ട എന്റെ കൂടെ ഇപ്പൊ പണ്ട് ചമ്മന്തി ആക്കാൻ വേണ്ടിട്ട് മിക്സിയിൽ അടപ്പിടായിട്ട് തെറിച്ചിട്ട് ചുമര് തെച്ചും പെയിന്റ് അടിച്ച പോലെ ആക്കി അനുമോളും. കർണാടകത്തിലെ 10 മുതൽ എന്താ പറയാ മറ്റെന്താ പറയാ തക്കാളി തന്നെ കടം പോലെ ഉണ്ടാക്കിയ കവിതമായി ഏറ്റുമുട്ടുന്നു. നമ്മുടെ സ്വന്തം കേരളത്തിന്റെ അനുമോളും കർണാടകയുടെ കവിയും കൂടി ഏറ്റുമുട്ടുമ്പോൾ മാമിയും മോളും ഇത് അടിച്ചു പിരിക്കാനുള്ള പരിപാടി രണ്ടാളി കേട്ടാ. സമാധാനത്ത് പോന്നെയാണ്. സമാധാനത്ത് പോന്നെ. ഓ ഗ്രാസ് ചൈന ഗ്രാസ് നമുക്ക് വെള്ളത്തിൽ പൊതിർത്ത് വെക്കാം. ഈ കാരണവരിക്കല്ലിനെ പറ്റി അറിയിക്കും കവി. അറിയാത്ത ആരെങ്കിലും കേട്ടാ. അതെ നമ്മളെ പോലത്തെ ഇതെങ്ങനെ കവി ഇങ്ങനെ ഇത് വെള്ളത്തിൽ പൊതുത്തൊക്കെ പഠിച്ച വീഡിയോ പഠിച്ച എല്ലാവരും പറഞ്ഞത് സഞ്ചി പൊളിച്ചിരുന്നല്ലേ? അതെ സഞ്ചി പൊളിച്ചിരുന്നാല് നമ്മളൊരു ഇതില്ലേ നമ്മളെ വീട്ടിന്റെ എല്ലാം അതിന്റെ ഒരു പഠിക്കുന്ന സാധനം അതുപോലെ പൊട്ടിക്കുന്നേ അതുപോലെ ഇപ്പോൾ ഇതുള്ളത്. അപ്പോൾ ചൈന ഗ്രാസ് ഇതാ നമ്മൾ പൊതിർത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് സമയം ഇത് പൊതിരിട്ട് അപ്പൊക്ക് നമ്മളെ കപ്പയ്ക്കും ഇവിടെ തെങ്ങും ഇളനീരും എല്ലാം മുറിച്ചിട്ട് വേറെ വേറെ ആക്കാം. കൺഫ്യൂഷൻ അതാ ഓളത് ഞാൻ പറഞ്ഞാപ്പാ. അങ്ങനെ പറയാൻ പാടില്ലേനു. ഓ കടുത്ത വാശി ഇവിടെയാണ് ആരംഭിക്കുന്നത്. ഇത്രയും നേരം ഞാൻ വാശിന്ന് വെച്ചില്ല മാമയെ. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം. അപ്പൊ നമുക്ക് തുടങ്ങാം. അതെന്താ സംഭവം എന്നറിയാ? കവിക്ക് കർണാടക കയറി വരുന്നുണ്ട്. അപ്പൊ ഇതിനുള്ള മലയാളം മിക്സ് ആവുന്നില്ല. ഞാൻ ഇനി കന്നഡ സംസാരിക്കാം. അങ്ങനെ നീ കളിക്കാൻ പാടില്ല. പിന്നെ ഞാൻ കളിക്കുന്നത് ഇവള് മലയാളത്തിൽ മാതാടലി ഇന്നു ടാസ്ക്. ഓള് ശരിക്കും പറയുന്നതന്നെ കർണാടക പോലെ ഉള്ളത് പറയണേ. ഞാൻ നല്ല എന്താ പറയാ ಅಸರಪುಸರ ಇಂಗ್ಲಿಷ್ ನೀ ಏನು ಹೇಳ್ಬೇಡ, ಸುಮ್ಮನೆ ಅದು ಮಾಡು ಹೋಗು. ನಾನು ಇದು ಕಟ್ ಮಾಡ್ತೀನಿ. നമ്മൾക്കും ഇളനീർ മുറിക്കാം. കട്ട് ಮಾಡ್ಲಾ? കട്ട് മാടാ. വരൂ ഇളനീർ. അങ്ങനെ അടിയില്ല. ഞാനിത് 2 സ്ഥലത്തേക്ക് ഓടിയാൽ ഞാനല്ലോ ശേഖരിച്ചു വെക്കാം. 2 ಕ್ಯಾಮರಾ, ಒಂದು ಕೈಯಲ್ಲಿ ಈ ಕ್ಯಾಮರಾ, ಮತ್ತೊಂದು ಕೈಯಲ್ಲಿ ಒಂದು ಕ್ಯಾಮರಾ ತೆಗೀರಿ. ಒಳದೊಂದು ನನ್ನ ದಿವಸ ತೆಗಿಬೇಕಲ್ಲ. 2 ಕ್ಯಾಮರಾ പിടിച്ചാവുന്ന കയ്യില്.
വിട്ടുകൊടുക്കില്ല, തോറ്റു പോകാൻ പാടില്ല. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ശരിയാവില്ല. നമ്മള് വെള്ളം എടുത്തൊക്കെ ഓള് വെള്ളം കുടിക്കരുത്, അയച്ചിട്ടാ ഉള്ളത്. അല്ല വെള്ളം നീരെടുത്തൊക്കെ എനിക്ക് വെള്ളം ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് വെച്ചാല് ഇത് മുറിച്ചിട്ട് മിക്സിയിൽ അടിച്ചിട്ട് മറ്റേ അങ്ങനെ ആക്കാന്നേ. പക്ഷെ ഇത് മുറിച്ചിട്ട് കാണുമ്പോൾ വിചാരിക്കുന്ന ഉള്ളിലത്തെ നടുക്കത്തെ സാധനം എടുത്തിട്ട് അതിന്റെ ഉള്ളിൽ നിറച്ചിട്ടാക്കിയാലോ എന്ന്. അത് വെറൈറ്റി പുതുതായിരുന്നു കണ്ടുപിടിക്കേ. വെറൈറ്റി അല്ലേ പിന്നെ വെറൈറ്റി ആയിട്ട് ഉള്ളിലേത് മാത്രം ആക്കാം. നീ ഇപ്പൊ കന്നഡ പറയുന്നല്ലേ പറഞ്ഞത്? എന്ത് പറയും? നമ്മള് ഇളനേരം മുറിച്ചോണ്ടിട്ടുണ്ട്. ഇനി നമുക്കിലെ പഴുപ്പ് എടുത്ത് മാറ്റി വെക്കാം. ഇങ്ങനെ ഒന്ന് തിന്നറ്. അതാണ് ഞാൻ മധുരം നോക്കുന്നത്. ഇതിപ്പോ വലിയ സാധനം ഉണ്ടാവൂലേ, വേറെ കൊണ്ടുവരണ്ടേ? പരിപാടി ഞാൻ കുരു എടുത്തിട്ട് വിത്തിനൊക്കെ എല്ലാം നമ്മള് കർഷകരായുണ്ടാവും. തേങ്ങ ഇപ്പം വിത്തില്ലാതെ നടക്കും ചെയ്യില്ല. ബായിലേക്ക് സത്യം. അപ്പൊ ഇത് വിത്തിന് വെക്കാനുള്ള കണ്ട നമ്മൾ 1 കപ്പൊക്കെ കൊണ്ട് 100 കപ്പൊക്കെ ഉണ്ടാക്കും അല്ലേ ചേച്ചി? സത്യം പറയാലോ, ഞാനിങ്ങനെ നോക്കിയിരിക്കുന്നു ഇവര് രണ്ടാൾ ആരൊക്കെ ഇവര് പറയുന്നത് ഒന്നാക്കിട്ട് മറ്റേതാക്കാന്ന്, ഇവള് പറയുന്നത് തേങ്ങ മറ്റേതാക്കാന്ന്. ഏതും ഒന്നാക്കി തെരുവെടുക്കാം. മോളെ ഇങ്ങനെ അധികം നിക്കല്ല, അവിടെ പോയി ഇരിക്കും കുറച്ചില്ല. അപ്പടെ വേമ ഞാനിപ്പോ അവിടെ പോയി ഇരിക്കുമ്പോ വേറെ മുറിച്ച് നിന്നിട്ട് ആൾക്ക് കിട്ടുമല്ലോ. അവിടെ എടുത്ത് നിക്കാം, അവിടെ എടുക്കുന്ന നിക്കട്ടെ. ഇരിക്കാൻ തോന്നും. നല്ല വൃത്തിയുണ്ട് കേട്ടോ കപ്പ കാണാൻ വേണ്ടിട്ട്. അനേഷിന്റെ അറിഞ്ഞാൽ നല്ല വൃത്തിയല്ലേ. താങ്ക് യു വെരി മച്ച്. അതിലുണ്ടോ നോക്കണ്ടേ നമ്മൾ ശരിക്കും? അത് വേണ്ട, തൽക്കാലം ഇതിന് മധുരം ഉണ്ട്. ഇതിലേക്കല്ലോ കുഴപ്പമില്ല, ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഒഴിക്കുന്നുണ്ട്. പഞ്ചസാര വേണ്ട, പഞ്ചസാര നമുക്ക് ഒഴിവാക്കിട്ട് മിൽക്ക് മെയ്ഡ്. അനുട്ടിന്റെ പാൽ കൊണ്ട് പോന്നാ തേങ്ങാ കോക്ടെയിലാ പാവ എന്തായിരിക്കും ഇത്? തേങ്ങ കുറെ ഐറ്റംസ് ഉണ്ട്. തേങ്ങയിൽ കുറെ ഐറ്റംസ് ഉണ്ട്. മോന് കൊടുക്കണ ഒരു കഷ്ണം വെറുതെ കൊതി കൂടണ്ട. അച്ഛനും തന്നൊരു കഷ്ണം. അല്ല നമുക്ക് അതിൻ്റെ ഒന്നും കൊതി പോല കൊതി കിട്ടിയിരിക്കുന്നു. ഞാനും ഋത്തിക്ക് നോക്കി ഇരിക്കുവായിരുന്നു എന്നായി സംഭവം. എല്ലാ ഋത്തിക്കെ നേരത്തെ നോക്കുന്നു, ഋക്ക് ആയി തരുവാ ഋത്തിക്ക് ഇരിക്കെ നമുക്ക് സമയമുണ്ട് ഇരിക്കെ. അപ്പൊ പശുമ്പാൽ ഒഴിച്ചു കൊടുക്കാം. നമ്മള് ചൈന ഗ്രാസ് ഇനി മെൽറ്റ് ആക്കി എടുക്കണം. പ്ലാസ്റ്റിക് ഉരുക്കിട്ടാന്ന് വിചാരിക്കുന്നത് കേട്ടാ മോനെ. ഇത് അതല്ല കേട്ടാ, ഇത് ഇത് ഒരു തിന്നുന്ന സാധനമാണ് കേട്ടോ. ശരിക്കും ഇത് ഈ സാധനം എങ്ങനെയാണ്? കെമിക്കൽ എന്നാണ് സാധനം? നമുക്ക് നല്ല നാച്ചുറൽ ആണോ എന്നാ സാധനം? മീനെ പറ്റി എനിക്ക് ശരിക്കും അറിയില്ല ചേട്ടാ. എല്ലാരും യൂസ് ആക്കുന്നതാണ്, അതുകൊണ്ട് നമ്മള് യൂസ് ആക്കി. ഇതിനെ തേങ്ങാപ്പാൽ വെച്ചാവി? തേങ്ങാപ്പാൽ വെച്ചിട്ടില്ല, സാധാരണ പാലേ ഉള്ളൂ. തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. സോറി, കാന്താരി തട്ടി മറിച്ചിട്ടുണ്ട്. ഞാൻ ഓടിക്കോട്ടെ, ഒന്നും ചെയ്യില്ലല്ലേ. അതിനുള്ള ശിക്ഷയാണ് കാന്താരി കണ്ടിട്ടേക്കൽ. അവരവരെ തിരക്കലാ ഉള്ളത്. അതിന്റെ തിരക്കലുണ്ട്, ഞാൻ ഇതിന്റെ തിരക്കലുണ്ട്. ഒരു തിരക്കുമില്ലാണ്ട് ഒരുത്തൻ നടക്കുന്നുണ്ട്. തിന്നാനുള്ള തിരക്കിലാണ്. തിന്നാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. പാല് തണുപ്പിക്കുന്നുണ്ട്. എന്താ ചെയ്യാ? കഴിഞ്ഞില്ല അനുജി. ആയി വരുമ്പോ കൊളായിന്ന് കണ്ട ഓടിക്കോ വെച്ചിട്ട് അമ്മ വെച്ചിട്ടുണ്ട്. പഞ്ചസാര ഇടമേ കാത്തിരിക്കലാണ്. അമ്മ അധികം ആകാംക്ഷ വേണ്ട, എന്തായാലും പാടിപ്പോയിട്ട് തീരുമാനം മാറി. ഇതൊന്നും പഞ്ചസാര വേറെ ഉണ്ടല്ലോ. എല്ലാരും കൂടി ഒരു കലകളപ്പിലാ ഉള്ള കേട്ടാ. ഇത് ശരിക്കും ഭാഷ തന്നെയാട്ടാ. ഒരാള് പഞ്ചസാര ഉള്ളത് പഞ്ചസാര ഇല്ലാണ്ടോ? ഇല്ല, ഞാൻ കുറച്ചെടുക്കും. ബ്ലാക്കിലടിക്കുന്നുണ്ട് ആൾക്കാര്. പണ്ട് ലീനേറ്റ് കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോ പാചക പുസ്തകം കൊണ്ടുപോയല്ലോ. അല്ല അങ്ങനെയല്ല, ഇത് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞല്ലേ. ഇവര് അത് മറന്നിട്ടില്ല. ഞാൻ കറിവെക്കാൻ സത്യം എനിക്ക് അറിയില്ല. കുറച്ച് കറിയല്ല മിക്സിയില് സമന്തി അനുട്ടി കരാട്ട. അല്ല അത് ഞാൻ പറയട്ടെ. അല്ല പാല് വെച്ചല്ലേ. അല്ല അതൊന്ന് പറയട്ടെ. എന്നാ വെച്ചല്ലേ അനുട്ടി കവി പ്രസവിക്കാൻ വേണ്ടി അങ്ങ് അല്ലേ? പ്രസവിക്കാനല്ലേ വി? കർണാടകത്തിൽ നിക്കാൻ പോയതാ. നിക്കാൻ വേണ്ടി പോയത് ഒരാഴ്ച. ആ പോയ സമയത്ത് ഞാൻ എന്താക്കി,
വീഡിയോ അന്നേരം ചാനൽ തുടങ്ങിയ പാടാണ്. അപ്പോൾ വീഡിയോ ഒന്ന് നിൽക്കാണ്ട് സ്റ്റോപ്പ് ആക്കാണ്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ട് എല്ലാ ദിവസവും നല്ല മഴയുള്ള സമയമാണ്. ഒരു ദിവസം അമ്മേനെ പുളുങ്കറിയും താളെല്ലാം ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം അനൂട്ടിനെ വെച്ചിട്ട് എടുക്കും. അപ്പോൾ അനൂട്ടിനെ വെച്ചിട്ട് അങ്ങനെ കുറേ അനൂട്ടി കരാട്ട ക്ലാസ്സിന് പോകുന്നത് അനൂട്ടി ഇങ്ങോട്ട് എന്നാലും ചെറുതാണ്. ആ വീഡിയോ അതിനകത്ത് ഉൾപ്പെടുത്താം. ആ വീഡിയോ ഞാൻ ഇന്നത്തെ വീഡിയോനകത്ത് ഉൾപ്പെടുത്താം. നല്ല ഉണ്ടാവും നല്ല രസമുണ്ടാവും കേക്ക്. എന്നിട്ട് അനൂട്ടി മാവനോട്ടി ആ വീഡിയോകൾ കണ്ടേ. അനൂട്ടി ഇങ്ങോട്ട് തിരിഞ്ഞേക്കറാ തിരിഞ്ഞേക്ക്. ഈ അനൂട്ടിയാണ് അനൂട്ടിയെ നമ്മൾ അന്നത്തെ ഇത് കണ്ടേ. ഞാൻ വീഡിയോ നിങ്ങൾ എടുത്തന്നെ കൊടുക്കാട്ടാ. അതെ. എന്നിട്ട് എന്നിട്ട് എന്താക്കിന്ന് പറഞ്ഞാല് അറിയാണ്ട് കുഞ്ഞു ഭാവിയാണ്. മാമനോടേ ഉള്ളൂ. മിക്സി അങ്ങ് പോടുമ്പോ മിക്സിന്റെ അടപ്പടക്കാണ്ട് സ്വിച്ച് അങ്ങ് ഇട്ട് പൊട്ടിത്തെറിച്ച് ഓടി. ഞങ്ങൾക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഞാനോടി മാമ ഓടിക്കോ എല്ലാരും ഓടി. ഞാനും ഓടുമല്ലോ ഓടിത്തെറിച്ച്. ആ പക്ഷെ ഞാൻ വിചാരിച്ചത് എന്തോ പൊട്ടിത്തെറിച്ചിട്ടാന്നാണ്. അപ്പൊ ആ മിക്സിനെ മൂട് ഇടായിട്ടപ്പോ പ്രശ്നമൊന്നുമില്ല. തക്കാളിയാണ് ഇട്ട് അടിച്ചു വിട്ടനെ വേറെ പ്രശ്നമില്ല. മൊത്തം ചുവന്ന കളർ. ഞാൻ വെച്ചിരുന്ന പറ്റിയേ ഓടി ഇവളെ കയ്യിൽ പിടിച്ച് നോക്കുമ്പോഴേക്ക് കുഴപ്പമൊന്നുമില്ല. മിക്സി പൊട്ടി ചുമരും തേച്ചു ചുമ. ഇനി ഏച്ചീന്റെ പാചകപൂത്രത്തിലേക്ക് വരാം. കത്തിരി കൊടുക്കണം അതിനുള്ളി ഇങ്ങനെ നല്ലടാ നമുക്കിന്ന് പോണ്ടേ. ഇത് ലോക്കുവാണല്ലേ ഇതുപോലെ കൈതല്ലേ മാമനാക്കി. അപ്പൊ അതാ വയ്ക്കുക. അപ്പൊ നമ്മൾ പണ്ടത്തെ ഒരു അനുഭവം പറഞ്ഞിട്ട് വേഗം വരെ. ഏച്ചി കല്യാണ സമയത്ത് ഏച്ചി എന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ ഞാൻ പറഞ്ഞത് ഏച്ചി എന്ന് പറഞ്ഞാൽ ലേഖേച്ചി ഉണ്ട്, രാണിയേച്ചി ഉണ്ട്, ഞാനുണ്ട്, അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പൊ ലീനേച്ചിക്ക് എന്താ വെച്ചാൽ ഞാൻ പണിയെടുത്താലും ലീനേച്ചി എടുക്കൂല എന്നാണ് തണ്ടാന്ന്. ഏച്ചി ടി വി കാണാൻ പോകുമ്പോൾ ലീനേച്ചി ആദ്യം പോകും. ഞാൻ പോകും. നിങ്ങൾ ആരും വന്നിട്ട് 4 മണിക്ക് എന്തായാലും ഞായറാഴ്ച സിനിമ. അപ്പൊ ലീനേച്ചി അങ്ങനെയാണ്. പക്ഷെ ഏച്ചിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ ആൺകുട്ടി. വൈബ് അങ്ങനെയാണ് ഏച്ചീന്റെ. അപ്പൊ നമ്മളെല്ലാം പേടിച്ചിട്ട് ഞാൻ കുഞ്ഞല്ല. അപ്പൊ ഏച്ചി പറയും ലേഖേച്ചിനെക്കാട്ടി എനിക്ക് ഇവരെ പേടി ലീനേച്ചിയാണ്. എന്നാൽ ലീനേച്ചി ഞാനായിട്ട് അടി ചെറുപ്പത്തിൽ എപ്പോ അടി എന്ന് പറഞ്ഞാല് ഇവളെന്തെങ്കിലും പണി ഒപ്പിക്കൊണ്ട് എനിക്ക് തരും. ഈ ടോമാഞ്ചേരി കഥയാണ് ഞാനിപ്പോ അനുവിനെയും ഋത്തിക്കിനെയും വെച്ചെടുക്കുന്നത്. പക്ഷെ ഞാൻ അടിച്ചു വാരും എല്ലാം അലക്കുമെല്ലാം ചെയ്യും. പക്ഷെ ചോറും കറിയുമ്പോ ഞാൻ എന്നാ വിചാരിച്ചെന്ന് വെച്ചാല് 2 ഏച്ചിമാരുണ്ടല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പോകുമ്പോ ഇവരും കൂടി വരുന്ന വിചാരിച്ചു. കല്യാണം കഴിഞ്ഞ് പോകുന്നത് ഭക്ഷണം വെക്കാൻ നല്ല കേട്ടോ. അല്ല 1 വർഷം സമയം ഉണ്ടാവല്ലോ എന്ന് വെച്ചു. അപ്പൊ ലേഖേച്ചിന്റെ കല്യാണം കഴിഞ്ഞ് 1 മാസം ആവുമ്പോ എന്റെ കല്യാണം തീരുമാനിച്ചു. ഞാനൊന്നും അറിയില്ല. അറിയില്ല. അല്ല ഞാൻ അങ്ങനെയല്ല അറിയില്ലെന്നല്ല തീരുമാനിച്ചു. ഒരു മിനിറ്റ് ചേച്ചി മടങ്ങി വരാം. വീണ്ടും ഏച്ചിയിലേക്ക് മടങ്ങി വരാം. അതിനിടക്ക് തേങ്ങാപ്പാൽ 1 മിനിറ്റ്. തേങ്ങാപ്പാല് പല പരിപാടി നടക്കുന്നുണ്ടാണേ. ഇത് ഞാൻ തേങ്ങ വെള്ളയുടെ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. ആയിക്കോട്ടെ. നിന്റെ പഞ്ചസാര ഇടുന്നുണ്ടേ. എന്ന് വെച്ചാൽ ഇത് ഓടി നടന്നിട്ട് വീട്ടിൽ എടുക്കാൻ എന്നാ നമ്മള് വീട്ടിൽ അപ്പം ചുട്ടിട്ടില്ല മോനെ 3 കൊടുത്തിട്ട് എന്തെല്ലോ പച്ചക്കറീനെ കൊണ്ട് നമ്മൾ അപ്പം ചുട്ടിട്ടില്ല. ഓരോരാൾക്കും കൊടുത്ത് ഭാഷേറിയ മത്സരം. അന്ന് ഏച്ചി ലേഖിച്ചല്ലേ ഏച്ചി. നമുക്ക് അകത്ത് മത്സരം വെക്കാട്ടാ. സ്കൂള് പൂട്ടിക്കഴിഞ്ഞാൽ വിവിധ തരം കലാപരിപാടികൾ നമുക്ക് കാണാം. കുഞ്ഞു കുഞ്ഞു കരിയെല്ലാം വെക്കാൻ അറിയാം. സാമ്പാർ ഞാൻ അതിലിടക്ക് പാചക സഹായി വാങ്ങി വെച്ചിന്. പാചക സഹായി. അപ്പൊ ഞാൻ ഇതെടുത്ത് പോകുമ്പോ ഇതെടുത്തിന്. പക്ഷെ ഇവരിത് കണ്ടുപിടിച്ച കാര്യം ഞാനറിയില്ലല്ലോ. പിന്നെ അറിഞ്ഞു ഇവര് പറയുന്നു പാചക സഹായം കൊണ്ടേ നീ പോയിന്. സാമ്പാർ വെക്കാൻ വേണ്ടി പിറ്റേന്ന് നോക്കുമ്പോ എനിക്കറിയാം ഒരു സംശയം. എന്നിട്ട് സാമ്പാർ വെച്ചപ്പോ അടിപൊളിയായിട്ട് വെച്ചിന്. പക്ഷെ ആ പാചക സഹായിന്റെ കാര്യം ഞാൻ അമ്മയോട് വളരെ പറഞ്ഞു തോന്നേ. അമ്മയെ ഇങ്ങനെ കൊണ്ടുപോയിരുന്നു. അമ്മ എല്ലാവരും പറഞ്ഞു ഇപ്പൊ എല്ലാരും എപ്പോ നോക്കും പാചക സഹായം ഇട്ടില്ലേ. പാചകം എന്ന് പറഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കണം. അല്ല ശരിക്കും അനു ഇപ്പൊ ദേഷ്യം പിടിക്കുമ്പോ അനുവിനോട് പറയും മേമ്മ പാചക സഹായം കൊണ്ട് പോയതല്ലേ ഞാനും അതുപോലെ പോയിക്കോളൂ. എന്നിട്ട് ചേച്ചി ഇപ്പൊ അടിപൊളി ഫുഡാട്ടാ. എല്ലാ ഫുഡും പക്ഷെ വായിക്കൊക്കാൻ കഴിയില്ലാന്നുള്ളൂ. വായിച്ചു അടിപൊളിയല്ലേ. അടിപൊളിയാട്ടാ ചേച്ചിനെ. നമ്മളെ ചേച്ചിമാരെല്ലാരും അടിപൊളി ഫുഡ് ഉണ്ടാക്കലാണ്. രാണിയേച്ചായാലും ലീനേച്ചായാലും ലേഖിച്ചായിരുന്നു. അപ്പൊ ഞാൻ കരുതി അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയുടെ കിട്ടിയ കിട്ടിയ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെയാന്ന്. കാവ്യ എന്ന് പറഞ്ഞാൽ വേറെ ലെവല് ഭക്ഷണം എനക്ക് പിടിച്ചിരിക്കണ്ടേ. കവി എന്ന് പറഞ്ഞാൽ കരത്തി വെക്കുന്നേ. എന്റെ കവിയുടെ വീട്ടിൽ പോയാലോ അവിടെ മണിയാട്ടം ടീമോ അതിന്റെ അങ്ങേത്തല. അവരെല്ലാരും ഭക്ഷണത്തിനായാലും വെക്കാൻ അടിപൊളിയാട്ടാ. ആയിക്കോട്ടെ മോളെ തൊട്ടോ. ചേട്ടാ പൂർണ്ണ സമ്മതത്തോട് സമ്മതിച്ചേ. എന്തെല്ലോ വാങ്ങുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് 500 എന്തെല്ലോ വേകുന്നുണ്ട് വേക്കുന്നേ. അനുസരിക്കുന്നേ മോളെ എന്ന് മാമനോട് പറയണ്ട. തേങ്ങ വെള്ളവും ചൈന ഗ്രാസും ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അതാണ് നമുക്ക് വേഗം ആക്കണം. മാമി കഴിഞ്ഞു. ചൈന വെള്ളവും ചൈന ഗ്രാസും ചൈന ഗ്രാസും തേങ്ങ വെള്ളം
തേങ്ങ ഗ്രാസും ചൈന വെള്ളം ഓക്കെ തേങ്ങ വെള്ളം ചൈന വെള്ളം അല്ല ചൈന ഓക്കെ. കവി എന്നാണ് ഇതാ? ഞാൻ എന്തോ ആവുന്നുണ്ട് ചേട്ടാ, എനിക്കൊന്നും ഞാൻ ഇതുവരെ കാണാത്ത കുറച്ച് പാചക പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. അല്ല എന്താ ആവുന്ന അറിയില്ല. എന്തെല്ലോ സാധനം ആക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാനിങ്ങ് വന്നത് നല്ലതാ. ഇപ്പൊ നോക്കുമ്പോ 4:30 അങ്ങറ്റായി, എന്നിട്ട് സാധനം ഒന്നും ആയില്ല. ആവുമായിരിക്കും. ഒന്ന് അതിന് വെയിറ്റ് ചെയ്ത് ഇപ്പോഴും അവരെ ചേച്ചി അവരെ കഴിച്ചാൽ നല്ല ചൂടുള്ള ഇത് കയ്യിലും കാര്യമില്ല ഉണ്ട്. അനങ്ങാണ്ടിരിക്കാൻ നമുക്ക് ഇളനീരിന്റെ പഴുപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട്. ആയിട്ടുണ്ടാ? ഇത് ഞാൻ ഇതിന്റെ അകത്ത് പാർന്നിട്ട് ഞാൻ ഫ്രിഡ്ജിൽ തണുക്കാൻ പറ്റില്ല. അടിപൊളി. നിറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇതിന്റെ അകത്ത് ഒഴിച്ചു വെച്ചു. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഫ്രീസ് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പൊ ഇത് കട്ട പിടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കുടിക്കാൻ നമുക്ക് അതല്ലേ പറയുമ്പോ മാമി ഇതായൊന്നുമില്ല ആവും ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ്. എന്നാലും മാമിന്റെ ആ ഒരു കോൺഫിഡൻസ് ഞാൻ ഒന്ന് ആക്കിയ സിമ്പിൾ ആണ്. പണിയൊന്നും എല്ലാ കാര്യത്തിലും നമുക്ക് കോൺഫിഡന്റ് ആണോ? അത് തീർച്ചയായും ഈ പണ്ടിപ്പോ എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വിജയ് തളരാതെ വേർപ്പനിലും കൂടി ഞാൻ കൂടി തളരാതെ. അപ്പൊ വിജോട്ടാ ഞാൻ ഇത് നേരെ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് കയറ്റും. ഇതെടുത്തോ? ഞാൻ തന്നെ അങ്ങ് നാവിന് മുട്ടുന്ന കിടക്കുന്ന രുചി പറയുന്നുണ്ട്. എന്താണെന്ന് നോക്കാം. മിൽക്ക് മെയ്ഡ് ഫുള്ളായിട്ട് അതിന്റെ രുചി തന്നെ. എന്താ കൊള്ളാം മോളെ, ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ചെയ്തോ. ഓ വേറെ ലെവൽ. എന്റെ ഇപ്രാവശ്യം അങ്ങനെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല, എന്നാലും തോൽവി സമ്മതിച്ചേട്ടാ. ഇതെല്ലാം ഞാൻ പഠിച്ചത് എന്റെ മാമീന്റെ അടുത്താണ്. ഇല്ല ഞാൻ ഇതൊന്നും ആക്കിയിട്ടേ ഇല്ല ഇതുവരെ. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഞാൻ കൊളായി പറ്റുന്ന പിന്നെ എന്റെ തലക്ക് വരാളൂ. ഓടി ഓടി ഓടി. ഇതിങ്ങനെ മുറിച്ചെടുക്കണം. ആദ്യമായിട്ടാ ജലാറ്റിന് ഇങ്ങനെ ഇത് കാണുന്നത്. ഇല്ല ഇത് അങ്ങനെ ആയിട്ടില്ല. പക്ഷെ ഇങ്ങനെ എടുക്കാം. ഇതിപ്പോ എടുത്തുപോയി. ഇളനീരിന്റെ പാട പോലെ ഉണ്ടല്ലേ? ഇളനീരിന്റെ വെള്ളവും ജലാറ്റിനും. കവി സാലഡാ നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. അത്രേ ഉള്ളൂ. അനു വിജയവുമായി അങ്ങനെയൊന്നുമില്ല. തോൽവി ജയലം കണക്കന്നെ. അനു വിനയോ നേരത്തില്ലേ ഓള വരുന്ന കുഴപ്പത്തില് തെക്കടാ ക്യാമറ മാറ്റം പോലെ. അതല്ല ഇതിങ്ങനെ അപ്പൊ നീ ഇപ്പൊ ഒരു വെള്ളക്കടലൊന്നും അടിക്കാനില്ല കൊടുത്തു. അതാടിന്റെ അത് ഇതിന്റെ മോളില് അതല്ലേ സാധനം. ഓനാണ് വീരപ്പേ, ഇത് ചെറിയപ്പേ. ഇത് അതിന്റെ നടുക്ക് കടിക്കാനുള്ള സാധനം ചേട്ടാ. മാമി കടിക്കാനായിട്ട് തോന്നില്ല. മാമി കുടിക്കാനേ കിട്ടും. എന്നാ സംഭവിക്കുന്നത് ജലാറ്റി ഇവിടെ തണുപ്പിച്ചെടുത്തിയാണ്. എനിക്ക് ഇത് കണ്ടിട്ട് നേരത്തെ വേർച്ചിട്ട് ഇരിക്കാൻ കഴിയുന്നില്ലേട്ടാ. എന്റെ ഇങ്ങനെയാ ഉണ്ടാവുക, ഇങ്ങനെയല്ലേ നടുക്ക് വെള്ളം ഉണ്ടാവും. അതല്ലേ ടേസ്റ്റ് ഉണ്ടാവും. നമുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ കപ്പ. എനിക്ക് കപ്പ കഴിഞ്ഞത്തത് ചവച്ച് തിന്നണ്ടത് അധികം പഴുത്ത് ഒടിഞ്ഞ അമ്മ പണ്ടേ കപ്പക്ക പുളുങ്കറി അമ്മ അമ്മക്ക് ഇല്ലാണ്ട് ഉണ്ടപ്പ. ഋഷിക്കാനെല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ ചപ്പി ചപ്പി തിന്നു. പക്ഷെ എങ്കിലേ മറ്റേ സാധനമില്ലേ ഇളനീരിന്റെ വെള്ളം ഇതാക്കി വെച്ചത്, അത് ഇങ്ങനെ കടിക്കാൻ മാത്രം ഇതേപോലെ കിട്ടണേനു. പക്ഷെ അത് തണുത്തില്ല. അപ്പൊ ഇതെങ്ങനെ കഴിക്കോ? ഇങ്ങനെ ആയി. പിന്നെ മനോരഞ്ജിനി നമ്മള് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഞാനും ഋത്തിക്കും ഒന്ന് കൊടുക്കണം. ഋത്തിക്കാൻ ചോദിച്ചു ചോദിച്ചു വന്നവരെല്ലാം പിന്നെയും ചോദിച്ചിട്ട് വരുന്നുണ്ടോ നോക്കണം. ചായ കഴിക്കേണ്ട പണിയില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇളനീരിന്റെ ഒരു പാട. കവി നിന്റെ കപ്പ എടുക്കപ്പോ നമുക്ക് അത് നോക്കാം. ഞാൻ ടേസ്റ്റ് പോട്ടെ. ഞാൻ ആക്കിട്ട് ഞാൻ ടേസ്റ്റ് ഇല്ലാന്ന് പറയാം. ആയില്ല ഇവളതും ആയില്ല. ഫ്രിഡ്ജിൽ വെക്കണ്ടേ? വീട് നോക്കറാ വീട് നോക്കറാ. ഇവക്ക് ഫ്രിഡ്ജിൽ വെക്കണ്ട. വേണ്ട വേണ്ട. ഇങ്ങനെ ഇത് തന്നെയാണ് നമ്മളെല്ലാം എളുപ്പാളിപ്പ അല്ലെ. എന്നാ കുട്ടിന്റെ പേര് ഇളനീർ ഇളനീർ പുഡിങ് പോലെ കേട്ടോ. പായസം. ഇളനീർ പായസം വെറുതെ പുഡിങ്ങിനെ പറയിക്കാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. അടിപൊളി അനുട്ടി വാ. നമുക്ക് ഈ ഒരു പേര് മാറ്റി നമുക്ക് പായസം. ഹൗ ടു മേക്ക് ഇളനീർ പായസം. ഇനി അങ്ങനെയാണ് പതിപ്പിച്ച പാലില്ലാന്ന്. അപ്പൊ പിന്നെ കണക്കന്നല്ലോ അമ്മ എല്ലാം ചൂടാക്കിയതല്ലേ നമ്മള്. 5 മിനിറ്റ് തണുക്കാൻ വേണ്ടിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. കണക്കന്നെ. മറ്റേ സാബൂൻ ബോൾ ഇടൂലേ, അതിന് പകരം നമ്മൾ ഈ സാധനം തണുപ്പിച്ചു. സാബുൻ പോളാ ഒരു ചെറിയ ചെറിയ നന്നായിട്ടുണ്ട് മോളെ. അതാ ഇത് നല്ല രുചിയുണ്ട്. ഇഷ്ടപ്പെട്ടേ കവി ഇഷ്ടപ്പെട്ടു. കവി എടുക്കണേ.
മറ്റേ നിന്റെ ഐറ്റം എടുക്ക് ഹനുമാന്റെ ഐറ്റം എടുക്ക്. അങ്ങനെയല്ല തനിയനാ അത് എന്റേത് തനിയനാ. അത് പറ്റില്ല. പോ ഓട്. നീ കൊണ്ടാ തനിയെ പിന്നെ തനിയട്ടെ ഇതിങ്ങനെ കോരി കുടിക്കുന്നല്ലേ? ഇത് രക്ഷപ്പെടാനുള്ള ഒരു ട്രിക്കാണ്. ലേശം 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 ഇത് കോരി തിന്നുന്നേ, അത് ലേശം ലേശം നമുക്ക് എല്ലാവർക്കും നോക്കാം, അതിലൊരു കുഴപ്പമില്ല. എന്റെ ബാക്കിയായിരുന്നു തണിഞ്ഞോട്ടല്ലേ. അതെ ആയിട്ടില്ല. തളർന്നില്ല നോക്കണ്ട. അപ്പൊ നമുക്ക് നമ്മളെ സാധനം കുടിച്ചിട്ട് തൃപ്തിയാകാം. ഞാൻ കുടിച്ചു, നല്ല രസമുണ്ട്. സൂപ്പറാ, നല്ല അടിപൊളി പുഡിങ് കേട്ടാ. ഇത് മുറിച്ചോ താങ്കളുടെ തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് എക്സ്ട്രാ അതിന്റെ ക്രീം വേറെ ഉണ്ട്, ഞാൻ കോപ്പയിൽ വെച്ചതാണ്. ഇനി മെയിൻ ഇത് വരുന്നത് അതല്ല ബിറ്റേ, നമ്മള് ഇവിടെ ജലാറ്റി മാത്രം വെച്ച് നോക്കുമ്പോ അത് നല്ല വൃത്തിക്ക് കേട്ടായിനി. അമ്മേ സത്യം തുറന്ന് പറഞ്ഞോ. ഇല്ല ഇല്ല, അനു തോറ്റു കൊടുക്കില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനു നേരെ തിരിഞ്ഞു അമ്മമ്മ. അമ്മേ ഇത് വേറെ സാമ്പാർ വെടിക്കെട്ടൊക്കെ കൊണ്ടുവരാ. വേറെ ഒറിജിനൽ ഓ കപ്പേനുള്ളത് വെടിക്കെട്ട് വരാനുണ്ടത്രേ. ഈശ്വര. ഞാനൊന്ന് ടേസ്റ്റോട്ടെ. അനു എന്താ പറയുന്നത്? സൂപ്പർ സാധനം. ഏതാ ടേസ്റ്റ്? ഇതിന്റെ മുകളിൽ അരുവിന്റെ മുങ്ങിപ്പോയോന്നൊരു സംശയം. ഇതിന്റെ മുകളിൽ അരുവിന്റെ മുങ്ങിപ്പോയോന്നൊരു സംശയം. സ്ഥലം അനു എന്നും ഇങ്ങനെ എന്നും അപമാനങ്ങൾ ഏറ്റു. അത് വേറെ ഒരു വെറൈറ്റി ആണ്. ഞാൻ പറയാ രണ്ടാളതും നല്ല എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള രസമുണ്ട്. അതെ അനുടിനത് അടിപൊളി ടേസ്റ്റ് ആണ്. ഇതെന്താ എന്റെ വെടിക്കെട്ട്? വെടിക്കെട്ടുമായി അനു കൈ വന്നിരിക്കാൻ സുഹൃത്തുക്കളെ. ഒരു കാര്യം ചേട്ടാ അമ്മ നോക്കാം എന്തുണ്ട്. അങ്ങനെയല്ലമ്മേ, ഞാൻ കാണിച്ചത് അങ്ങനെ മുറിച്ച കപ്പൊക്കെ എങ്ങനെയാ ഉള്ളേട്ടാ. അടിപൊളി. ഓക്കെ, നടുക്ക് വെള്ള പുതിയ മോഡൽ കപ്പൊക്കെ അപ്പൊ നമുക്ക് ഇത് മുറിക്കേ. വലിയ സംഭവം ഒന്നല്ല, പക്ഷെ എനിക്ക് കാണുമ്പോ ഒരു കൗതുകം, ഒരു വെറൈറ്റി പോലെ, ഒരു കാണുമ്പോ ഒരു വെറൈറ്റി ഉണ്ട്, അത്രേ ഉള്ളൂ. സാധാരണ പുഡിങ് പുഡിങ് തന്നെ കപ്പക്ക് കടിക്കുന്നല്ലേ? അതെ, പക്ഷെ പുഡിങ് അടിപൊളി കേട്ടോ. ഇത് തൊലിയൊന്നും എടുക്കാണ്ട് അങ്ങനെ നോക്കിയാൽ നമ്മൾ ബേക്കറിയിലെ ഒരു മധുരമുള്ള സാധനം മേടിക്കുന്നില്ല, അതുപോലെയാവുള്ള. എന്തായാലും പുഡിങ് രണ്ടാമതും അടിപൊളിയാണ് കേട്ടോ. അല്ലേ? നന്നായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. നല്ല ടേസ്റ്റ്. ഇവരപ്പുറം ഇപ്പുറം ഞാനാ നീ അല്ല നീയാന്ന് വലുത് നീയാന്ന് വലുത് രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും. എന്റെ സാധാരണ ഇളനീര് പുഡിങ്, ഇത് പക്ഷെ വെറൈറ്റി ആണ്. ഇതന്നെ ഇത് കാണാനേ വെറൈറ്റി ഉള്ളൂ, ടേസ്റ്റില് അനുഭൂതിയും തന്നെയാണ്. മാമി മരോളും കൂടി ഒരു പുഡിങ് ആക്കിയതാണ്. അപ്പോൾ അതങ്ങനെ അങ്ങനെ 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 അടിപൊളിയായിട്ടുണ്ട്. രണ്ടാളും നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഓരോ സാധനവും വേറെ വേറെ ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് രണ്ടാളും വേറെ വേറെ ടേസ്റ്റ്. അപ്പോൾ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും